Prevention of cruelty to animals, an act to prevent the infliction of unnecessary pain and suffering to animals. മൃഗങ്ങൾക്ക് ആവശ്യമില്ലാത്ത പെയിനോ സഫറിങ്ങോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്ട് ആണ്. അതിനകത്ത് എന്താണ് ക്രൂവൽറ്റി എന്ന് പറയുന്നത്? സെക്ഷൻ 11, ട്രീറ്റിംഗ് ആനിമൽസ് ക്രൂവലി ഇഫ് എ പേഴ്സൺ ബീറ്റ്സ്, കിക്സ്, ഓവർറൈഡ്സ്, അതർവൈസ് കോസിംഗ് അൺനെസറി പെയിൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരുന്ന് കുത്തിവെക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ വണ്ടിയിൽ തെറ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ അബാൻഡൻസ് എനി ആനിമൽ, ഏതെങ്കിലും ആനിമലിനെ കൊണ്ടുവന്ന് എവിടെങ്കിലും ഉപേക്ഷിക്കുകയോ, ഇതെല്ലാം ക്രൂരതയാണ്. പക്ഷേ സെക്ഷൻ 11(3) പറയുന്നത് എന്താണ്? ദയവ് ചെയ്ത് ഇവിടുത്തെ പത്രക്കാരെങ്കിലും ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. ഈ പറയുന്ന സെക്ഷന്റെ ഒരു കാര്യങ്ങളും താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കബിൾ അല്ല. എന്തൊക്കെയാണ്? ദ ഡീഹോണിംഗ് ഓഫ് കാറ്റിൽ, കന്നുകാലികളുടെ കൊമ്പ് മുറിക്കുന്നത്, കാസ്ട്രേഷൻ, വരിയൊടയ്ക്കൽ, നോസ് റോപ്പിംഗ് ഓഫ് എനി ആനിമൽസ്, ഇതൊന്നും ക്രൂരതയല്ല. കാരണം മനുഷ്യന്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ദ ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ ലീത്തൽ ചേംബേഴ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്ട്രക്ഷൻ ആണ്, കില്ലിംഗ് അല്ല. ഉന്മൂലനാശനം ചെയ്യുക. അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ലീത്തൽ ചേംബേഴ്സ്, ഒരു ചേംബറിനകത്ത് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് ആണ്. ഈ ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ ലീത്തൽ ചേംബേഴ്സ് ഓർ such other methods as may be prescribed. ഇത് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകിച്ച് നിയമം വേണ്ട. ഇന്ത്യയിലെ നിയമം എഴുതിയിരിക്കുകയാണ്. ഇതിന് താഴെയാണ് പറഞ്ഞിരിക്കുന്നത് ABC റൂൾസ്. ജനങ്ങളെ കരുതുന്ന ആൾക്കാരാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടോ ഒരൊറ്റ ഓർഡർ ഇറക്കാം. ജില്ലാ കളക്ടർക്കോ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓരോ സ്ഥാപനങ്ങളിലെയും സെക്രട്ടറിമാർക്കോ കമ്മീഷണർമാർക്കോ ഒരു ലെറ്റർ എഴുതിയാൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്താൽ മതി. സെക്രട്ടറി ആയിട്ട് ഞാൻ ഓർഡർ ഇറക്കിയിട്ടുള്ളതാണ്. എനിക്ക് വളരെ ചുരുക്കകാലം മാത്രമേ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ആയിട്ട് ചാർജ് കിട്ടിയിട്ടുള്ളൂ. അന്ന് ഇതുമായിട്ട് ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നത്തെ എനിക്ക് മുകളിലിരുന്ന് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അവര് സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ഇറക്കിയേനെ.